ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എക്സ് ആൻഡ് വൈ ലേണിംഗിൻ്റെ സൂപ്പർ സ്റ്റാർസിനെയാണ്. നിങ്ങൾക്കറിയാം ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈ ലേണിംഗ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഫൗണ്ടേഷൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നതിലൂടെ സയൻസിലും മാത്സിലും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറേ എക്സലൻറ്റ് റിസൾട്ടുകളാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അത് +1 +2 കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നല്ല കോളേജിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്നത് മുതൽ IITസും NITസും പോലെയുള്ള കോളേജുകളിലേക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അഡ്മിഷൻ നേടിയെടുക്കുന്നത് മുതൽ ഹൈസ്കൂളിൽ തന്നെയുള്ള നിരവധി കോമ്പറ്റേറ്റീവ് എക്സാംസ് സ്കോളർഷിപ്പ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനടക്കം ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ IITയിൽ എത്തിയിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അമൻ റിഷാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ IIT ബോംബെയിലേക്കാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹാത്തിം ഹംസ ആദിലൊക്കെ IITസിലും NITസിലുമാണ് കറൻ്റ്ലി പഠിക്കുന്നത്. ഇവരൊക്കെ എക്സ് ആൻഡ് വൈ ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലാണ് അവരുടെ ഈ ഒരു സയൻസ് ആൻഡ് മാത്ത് ലേണിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിലും 600 എബോവ് ആയിട്ട് എക്സലൻസ് സ്കോർ ചെയ്തിട്ടുള്ള അടിപൊളി മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ എസ്പെഷ്യലി അലീന മറിയം അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ JEE മെയിനിൽ 98.62%, അതുപോലെ തന്നെ നീറ്റിൽ 624 മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ്. സിമിലർലി ISROയുടെ യുവിക പാർട്ടിസിപ്പൻസ് ആയിട്ട് ആളുകൾ കഴിഞ്ഞ 2 വർഷവും ഓരോ സ്റ്റുഡൻസ് വീതം സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ICSE എക്സാമിൻ്റെ 10th ടോപ്പേഴ്സ് ആയിട്ടും നമ്മുടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി മേഖലകളിൽ അല്ലെങ്കിൽ നിരവധി എക്സാമുകളിൽ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഈ ഒരു സയൻസ് ആൻഡ് മാത്തിലെ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് കിട്ടിയിട്ടുള്ള ആ ഒരു നോളജ് അവർ യൂസ് ചെയ്യാറുണ്ട്. JEE മെയിൻ്റെ നമ്മൾ ഓവറോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2023 ഇത്രയും കുട്ടികൾക്ക് എബവ് 90% സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ NTSE കോഴ്സിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ്. അതുപോലെ NMMS നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമാണ്. കേരളത്തിൽ നിന്ന് 3473 കുട്ടികൾക്ക് മാത്രം ഓരോ വർഷവും കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അതിൽ ഏകദേശം 420+ സ്കോളർഷിപ്പ് കിട്ടിയത് NMMS ക്രാഷ് കോഴ്സ് എക്സ് ആൻഡ് വൈ ലേണിംഗ് നടത്തിയിട്ടുള്ള NMMS ക്രാഷ് കോഴ്സിൽ നിന്ന് 420-ൽ കൂടുതൽ കുട്ടികൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു, NMMS സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ദി അതർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് NSMC നാഷണൽ ലെവലിൽ നടക്കുന്ന മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ്. അതിൽ 3 കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻ ചെയ്ത 3 കുട്ടികളിൽ 2 പേരും എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ശ്വേതക് രാജേഷും അതുപോലെ തന്നെ ചിന്മയും 2 നമ്മുടെ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ കുട്ടികളാണ് ഈ ഒരു എക്സാമിൻ്റെ ടോപ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ലീപ്പ് എക്സാം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾ എഴുതുന്ന മറ്റൊരു എക്സാമാണ്. ലീപ്പ് എന്ന് പറയുന്ന എക്സാം എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിലും ഒരുപാട് ടോപ്പേഴ്സ് എക്സ് ആൻഡ് വൈ ലേണിങ്ങിൽ നിന്നാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇത്രയും കുട്ടികൾക്ക് പല സ്റ്റാൻഡേർഡ്സിലായിട്ട് 10th-ലുള്ളവരുണ്ട്, അതുപോലെ 9th-ലുള്ളവരുണ്ട്, 8th-ലുള്ളവരുണ്ട്. ഇവരൊക്കെ പല സ്റ്റാൻഡേർഡിലായിക്കൊണ്ട് തന്നെയാണ് ഇത്രയും സ്കൂളുകൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിൽ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ എക്സ് ആൻഡ് വൈ സൂപ്പർ സ്റ്റാറുകൾക്കും സാധിച്ചിട്ടുണ്ട്. ആൻഡ് നാഷണൽ ലെവലിൽ തന്നെ നടക്കുന്ന മറ്റൊരു എക്സാമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമാണ് NSTSE. ഓൾ ഇന്ത്യ ലെവലിൽ കേരളം മാത്രമല്ല പല സ്റ്റേറ്റിലെയും കുട്ടികൾ എഴുതുന്ന എക്സാമാണ് NSTSE. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് എക്സാം കംപ്ലീറ്റ് ആയത്, നാഷണൽ ലെവൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഭരത് KB എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡൻറ്റ്, നമ്മുടെ 8th ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. കേരളത്തിലെ തേർഡ് പൊസിഷൻ, തേർഡ് റാങ്ക് കിട്ടിയിരിക്കുകയാണ് ഭരത്തിന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന എക്സാമാണ്, കേരളത്തിൽ നിന്നുമൊക്കെ ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിലെ തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുകയാണ് ഭരത്തിന്. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ MTSE മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ, മാത്തമാറ്റിക്സിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള കുട്ടികൾ എല്ലാ വർഷവും വളരെ ആകാംക്ഷയോടുകൂടി ഒരുപാട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതുന്ന മറ്റൊരു എക്സാമാണ് MTSE. അതിൻ്റെ സ്റ്റേജ് 1 കംപ്ലീറ്റ് ആയപ്പോൾ എഗെയിൻ എക്സ് ആൻഡ് വൈ ലേണിങ്ങിലെ 2 കുട്ടികൾ അതിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അത് നമ്മുടെ ചെവൽ കുമാരൻ 8th Nലെ സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ തീർത്ഥ 9th Mലെ സ്റ്റുഡൻ്റാണ്. 2 പേർക്കും അടുത്ത സ്റ്റേജിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാമാണ്. അതിൽ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അനദർ വൺ, ഓൾ കേരള ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷനിൽ ശ്വേതക് രാജേഷ്, നേരത്തെയും ഒരു എക്സാമിൻ്റെ റിസൾട്ടിൽ ശ്വേതക്കിൻ്റെ ഫോട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. പ്രിലിമിനറി റൗണ്ടിൻ്റെ വിന്നർ ആയിക്കൊണ്ട് ശ്വേതക്കിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ 10th സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻ്റാണ് ശ്വേതക്. ആൻഡ് റിസ മുഹമ്മദിൻ്റെ പ്രത്യേകത, സ്കൂളിൻ്റെ കൂടെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റിസ മുഹമ്മദിൻ്റെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ കോഴ്സ് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടകലിലാണ് പഠിക്കുന്നത്. ഫോർ ബീങ് ഇൻവൈറ്റഡ് ആസ് സ്പീക്കർ ഫോർ
ദി ഫീച്ചേർഡ് ടോക്ക് അറ്റ് ഇന്റർനാഷണൽ റിസർച്ച് കോൺഫറൻസ് ഫോർ ചിൽഡ്രൻ 2023. അപ്പോൾ ഇന്റർനാഷണൽ റിസർച്ച് കോൺഫറൻസിലേക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ചെയ്തിട്ടുള്ള വർക്കുകൾ, ഒരുപാട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തു, സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രോജക്റ്റുകളെ കുറിച്ച് മറ്റുമൊക്കെ സംസാരിക്കാൻ ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിലേക്കുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് UAE നടന്നിട്ടുള്ള സ്പേസ് ഒളിമ്പ്യാഡ്, അതിൻ്റെ വിന്നറായിട്ട് വന്നിരിക്കുന്നതും ആര് തന്നെയാണ്? XNY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ്. മിഹ്റാൻ ബിൻ ഫെബിൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. UAE എമിനൻസ് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആൻഡ് അവിടെ നടത്തിയിട്ടുള്ള സ്പേസ് ഒളിമ്പ്യാഡിൻ്റെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രിലിമിനറി റൗണ്ടിലാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം എന്താണ്? XNY ലേണിങ്ങിൻ്റെ സൂപ്പർ സ്റ്റാറുകളാണ്. ഇതുപോലത്തെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഇനിയും എന്താണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ, നിങ്ങൾ സയൻസിലും മാത്തമാറ്റിക്സിലും ഇഷ്ടമുള്ള ആളുകളാണ്, അതിൽ നന്നായിട്ട് പഠിക്കണം, അതിലുള്ള ഏറ്റവും നല്ല എക്സാമുകൾ ക്വാളിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കൂളിലെ ക്ലാസ്സസ് കൊണ്ട് മാത്രം ഇരിക്കേണ്ട ആളുകളല്ല, നിങ്ങൾ അതിനേക്കാൾ മുകളിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട കുട്ടികളാണ്. ഭാവിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ IIT NIT അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടേണ്ട ആളുകളാണ്. സോ XNYയുടെ സൂപ്പർ സ്റ്റാറുകൾ ഇനിയും നമ്പേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷവും. കേരളത്തിലും ഇന്ത്യയിൽ നടക്കുന്ന പല കോമ്പറ്റീഷൻസിലെയും വിന്നേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് XNY ലേണിങ്ങിൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള റിസൾട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ XNY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള ബാച്ചുകൾ മാർച്ച് ഏപ്രിലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ എത്രയും പെട്ടെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. ആൻഡ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ XNY സൂപ്പർ സ്റ്റാറുകളായി നിങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.